പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ വലിയ സന്തോഷം നിങ്ങളിലേക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ മാസം 12-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ക്രിസ്മസിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ ഡെക്കറേഷൻസ് ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പഠിച്ച വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനമായിരുന്നു. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇതായിരുന്നു നാം ഇന്നലെ പഠിച്ച വചനം. ഇന്ന് പഠിക്കുന്ന വചനം, ഇപ്പോൾ സമയം 4:15 കഴിഞ്ഞു. 5:30 ഒരു പദയാത്രയ്ക്ക് പോവുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള പാറേപ്പള്ളിയിലേക്ക് ഈ ഫൊറോണയിൽ നിന്ന്, ഞാനായിരിക്കുന്ന ഫൊറോണയിൽ നിന്ന് ഞങ്ങളൊരു പദയാത്ര പോകുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനും പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി ആ പദയാത്രയിലും വിശുദ്ധ കുർബാനയിലും പ്രത്യേകം പ്രാർത്ഥിക്കും. ഇന്ന് പഠിക്കുന്ന ഈ ഒരു ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. ജൂബിലി വർഷത്തിൻ്റെ ആ ഒരു വചനം നമുക്ക് തന്നിരിക്കുന്നത് തന്നെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന റോമാലേഖനം 5-ാം അധ്യായം 5-ാം വചനമാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന വചനമാണിത്. ആ വചനം കാണാതെ പഠിക്കണം. കാരണം ജൂബിലി വർഷത്തിൻ്റെതാണ്. ഒന്ന്, വചനത്തിൽ നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശ, വലിയൊരു ഹോപ്പ്. ആ പ്രത്യാശ നാം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഒറ്റ പ്രത്യാശ സുഖത്തിൽ എത്തിച്ചേരണം. വചനം പഠിച്ചാലോ? റോമാലേഖനം, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വചനമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കണ്ടോ? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വചനം. വളരെ സുന്ദരമായ, സന്തോഷം തരുന്ന, വളരെ ഊർജം തരുന്ന ഒരു വചനമാണ്. റോമാലേഖനം, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വചനം. The letter of Saint Paul to the Romans chapter 5 verse 5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. Hope does not disappoint us. Hope does not disappoint us because God's love has been poured into our hearts through the Holy Spirit that has been given to us. Hope does not disappoint us because God's love has been poured into our hearts through the Holy Spirit that has been given to us. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. നമ്മുടെ ജീവിതം തന്നെ പ്രത്യാശയിൽ ഊന്നിയുള്ളതാണ്. അതുകൊണ്ട് പ്രത്യാശയിൽ ഊന്നി നമുക്ക് മുന്നോട്ട് പോകാം. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. സന്തോഷത്തോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം ധാരാളമായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.